കണ്ണൂർ പരിപ്പായിൽ നിധി എന്നു കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയ സ്ഥലത്ത് ആവശ്യമെങ്കിൽ ഖനനം നടത്തുമെന്ന് പുരാവസ്തു വകുപ്പ് മന്ത്രി കടന്നപ്പള്ളി രാമചന്ദ്രൻ. പുരാവസ്തുക്കളുടെ വിഭാഗത്തിൽപ്പെടുന്നവയാണ് കണ്ടെത്തിയതെന്ന് വ്യക്തമായാൽ അവ സംരക്ഷിക്കാൻ നടപടിയുണ്ടാകുമെന്നും മന്ത്രി ന്യൂസ് മലയാളത്തോട് പറഞ്ഞു. കണ്ണൂർ പരിപ്പായിൽ നിധിയെന്ന് കരുതുന്ന വസ്തുക്കൾ കണ്ടെത്തിയ സംഭവത്തിൽ വിശദമായ പരിശോധനകൾക്കൊരുങ്ങുകയാണ് പുരാവസ്തു വകുപ്പ്. കണ്ടെത്തിയ വസ്തുക്കൾ പുരാവസ്തു വിഭാഗത്തിൽ ഉൾപ്പെടുന്നവയാണോ എന്ന് ഉറപ്പുവരുത്തുകയാകും ആദ്യഘട്ടം. ഇതിനൊപ്പം തന്നെ കണ്ടെത്തിയ വസ്തുക്കളുടെ കാലപ്പഴക്കം നിർണ്ണയിക്കാനുള്ള പരിശോധനകളും നടക്കും. ഈ പരിശോധന പൂർത്തിയായതിനു ശേഷമാകും വസ്തുക്കൾ ഏറ്റെടുക്കുന്ന കാര്യത്തിൽ തീരുമാനമെടുക്കുക. തൊഴിലുറപ്പ് തൊഴിലാളികളാണ് ചെങ്ങളായിലെ കണ്ടെടുത്തത്. ഇത് ഇപ്പോൾ നാണയശേഖരം റവന്യൂ വകുപ്പിൻ്റെ കൈവശമാണ് ഇപ്പോൾ സൂക്ഷിക്കുന്നത്. അത് ഈ പുരാവസ്തു വകുപ്പ് വിശദമായ പരിശോധനയ്ക്ക് ശേഷം മാത്രമേ വകുപ്പിന് കൈമാറാൻ സാധിക്കുകയുള്ളൂ. അതിനുള്ള നടപടിക്രമങ്ങൾ ഉടനെ ആരംഭിക്കും. നാടിൻ്റെ സൂക്ഷിപ്പുകളുടെ പരമ്പര സൂക്ഷിക്കേണ്ട അമൂല്യമായ നിധികളാണ് എന്ന് അവർക്കും എല്ലാവർക്കും ബോധ്യമുണ്ടെങ്കിൽ അത് സഹൃദയ മനസ്സോടുകൂടി സവിനയം അത് ഏറ്റെടുത്ത് അതിൻ്റെ രൂപസൗഭാഗ്യത്തോട് സൂക്ഷിക്കുന്നതാണ്. പരിപ്പായി LP സ്കൂളിന് സമീപത്തെ താജുദ്ദീന്റെ റബ്ബർ തോട്ടത്തിൽ നിന്നാണ് കഴിഞ്ഞ ദിവസം സ്വർണത്തിലും വെള്ളിയിലും തീർത്ത വസ്തുക്കളും നാണയങ്ങളും കണ്ടെത്തിയത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ മഴക്കുഴിയെടുക്കുന്നതിനിടെയായിരുന്നു 3/4 മീറ്ററോളം താഴ്ചയിൽ ഓടുകൊണ്ട് നിർമ്മിച്ച കുടത്തിൽ ആഭരണമെന്ന് തോന്നിക്കുന്ന വസ്തുക്കൾ ഉൾപ്പെടെ കണ്ടെത്തിയത്. കഴിഞ്ഞ 100 വർഷത്തിലേറെയായി താജുദ്ദീന്റെ കുടുംബത്തിന്റെ ഉടമസ്ഥതയിലാണ് സ്ഥലം. സമീപത്ത് പണ്ടുകാലത്ത് ക്ഷേത്രമുണ്ടായിരുന്നെന്നും അതിന്റെ ഭാഗമായ ആഭരണങ്ങളാണെന്നുമാണ് ഒരു വിലയിരുത്തൽ. മോഷണ ശ്രമത്തിൽ നിന്ന് രക്ഷ തേടി പഴയ സമ്പന്ന കുടുംബങ്ങളിലെ ആരെങ്കിലും കുഴിച്ചിട്ടതാവാമെന്ന സാധ്യതയും നിലനിൽക്കുന്നു. പഴയ രാജവംശകാലത്തിന്റെ അവശിഷ്ടങ്ങളെന്ന് വാദിക്കുന്നവരുമുണ്ട്. ആർക്കിയോളജി വിഭാഗത്തിന്റെ പരിശോധനയിലൂടെ ഇക്കാര്യങ്ങളിൽ വ്യക്തത വരും. ന്യൂസ് മലയാളം, കണ്ണൂർ.